19ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം എപ്പിസോഡ് 19 ചാപ്റ്റർ 5 അഞ്ചാമത്തെ ചാപ്റ്ററായ അങ്കിൾസ് ഗിഫ്റ്റ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ദുര്യോധനനും ധൃതരാഷ്ട്രനും തമ്മിലുള്ള സംഭാഷണവും ദൃഷ്ടദ്യുമ്നനെ വിവാഹാലോചനയിലൂടെ വശത്തിലാക്കി ഈ രാജ്യത്തിൻ്റെ ഇവർക്ക് പാണ്ഡവന്മാർക്കെതിരെ കൊണ്ടുവരാനും ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഓർമ്മയുണ്ടോ കൂട്ടാ? ദ്രൗപദി സ്വയംവരമൊക്കെ കഴിഞ്ഞു. ദ്രൗപദിയുടെ ഏട്ടനാണ് ദൃഷ്ടദ്യുമ്നൻ. ആരാണ്? ദൃഷ്ടദ്യുമ്നൻ. ദ്രുപദന്റെ മക്കളാണ്. മകൻ ദൃഷ്ടദ്യുമ്നനും മകളാണ് ദ്രൗപദിയും. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കണ്ടായിരുന്നു. അതുപോലെ എങ്ങനെയെങ്കിലും നമ്മൾ ദൃഷ്ടദ്യുമ്നെയും ദ്രുപദിനെയൊക്കെ കുരുവംശത്തിലെ ഹസ്തിനപുരത്തിലേക്ക് നല്ലൊരു ബന്ധവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവരുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ സഹകരിച്ചു കഴിഞ്ഞാൽ ഇതാവാൻ പറ്റും എന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് സംസാരിക്കുന്നത്? ദുര്യോധനനും ധൃതരാഷ്ട്രം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജ്യസഭയിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഏത് കാര്യങ്ങളും സംസാരിക്കുമ്പോഴും മുതിർന്നവരും ഏറ്റവും രാജതന്ത്രം കയ്യിലുള്ളവരും എല്ലാവരുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത ശേഷമേ ഏതൊരു തീരുമാനവും എടുക്കുള്ളൂ. അപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ദ്രോണാചാര്യരെയും വിതുരനെയും ഭീഷ്മരെയൊക്കെ ധൃതരാഷ്ട്രം വരാൻ പറഞ്ഞ് ധൃതരാഷ്ട്രയുടെ മുമ്പിൽ വെച്ച് എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഭീഷ്മാചാര്യർ പറയുന്നത് ദൈവം അവരെ സഹായിച്ചു. ഇപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും തിരുത്തുക. നിങ്ങൾ പഞ്ചപാണ്ഡവന്മാരെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? പക്ഷെ അത് നടന്നില്ലല്ലോ. ഹൗസ് ഓഫ് ജോയ് തീ വെച്ചിട്ട് കൊല്ലാൻ നോക്കി, അങ്ങനെ ദ്രോഹിക്കാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ. അപ്പം ദൈവങ്ങൾ അവരെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയെങ്കിലും നമ്മളുടെ തെറ്റുകൾ തിരുത്തണം. എന്നിട്ട് നമ്മുടെ ഹസ്തിനപുരത്തിലേക്ക് മരുമകളായ ദ്രൗപദീനെ സ്വീകരിച്ച് കൊണ്ടുവരണം. അവരുടെ വനവാസം, അവൻ്റെ എക്സൈലിനെ അവസാനിപ്പിക്കുക. യുധിഷ്ഠിരനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് യുധിഷ്ഠിരന് അർഹതപ്പെട്ട സ്ഥാനം ഈ രാജ്യത്ത് കൊടുക്കുക. ആരതൊക്കെ പറയണേ? ഭീഷ്മർ. ദുര്യോധനൻ അങ്ങനെ പറയുമോ? ദുര്യോധനൻ എങ്ങനെയാ പറയണേ? ദുര്യോധനൻ പാണ്ഡവന്മാരെ കൊല്ലാൻ നോക്കിയ ആളല്ലേ. ഭീഷ്മാചാര്യര് ദുര്യോധനനോടും ധൃതരാഷ്ട്രനോടും ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശിക്കുന്നത്? എങ്ങനെ ചെയ്യാവുന്ന? ദൈവം അവരുടെ കൂടെ അല്ലേ. നിങ്ങളവരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ. പഞ്ചപാണ്ഡവന്മാർ രക്ഷപ്പെട്ടു. അവർ ഗ്രാമം പോയി. അവർ ബകാസുരനെ കൊന്നു. ഭീമൻ ബകാസുരനെ കൊന്നു. അത് കഴിഞ്ഞ് അവർ അർജുനൻ ദ്രൗപദീനെ സ്വയംവരത്തിലൂടെ കൊണ്ടുവന്നു. 5 പേരും കൂടി വിവാഹം കഴിച്ചു. അപ്പോൾ ദ്രൗപദി ആരാണ്? ഹസ്തിനപുരത്തിൻ്റെ മരുമകളല്ലേ. ദ്രൗപദീനെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് സ്വീകരിച്ചിട്ട് യുധിഷ്ഠിരന് അവകാശപ്പെട്ട രാജ്യം യുധിഷ്ഠിരൻ തന്നെ തിരിച്ചു കൊടുക്കാം എന്ന് ഭീഷ്മാചാര്യര് സഭയിൽ പറഞ്ഞു. അതേപോലെ തന്നെയാണ് വിതുരനും അതേ പറഞ്ഞു. വിതുരനും ഇതേ സ്വരത്തിലാണ്, ഇതേ ശബ്ദത്തിൽ, ഇതേപോലെ തന്നെയാണ്. ഇതേ സ്വരം, ശബ്ദം എന്നൊക്കെ നമ്മൾ സാഹിത്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതേ അഭിപ്രായങ്ങൾ തന്നെയാണ്. എന്താണ് അവരുടെ അഭിപ്രായം? യുധിഷ്ഠിരനെ രാജാവാക്കാം, യുധിഷ്ഠിരനെ തിരിച്ചു കൊണ്ടുവരാം. യുധിഷ്ഠിരനെ രാജാവാക്കാന്നല്ല, യുധിഷ്ഠിരന് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കാം. അതല്ലേ അതിൻ്റെതായ ശരി അല്ലേ? ഇങ്ങനെ പറഞ്ഞു. ദ്രോണാചാര്യർ അങ്ങനെയല്ല പറഞ്ഞു. ദ്രോണാചാര്യർ കുറച്ചും കൂടി ഇതിൽ പറഞ്ഞു.
അർജുനൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് അർജുനന്റെ ഗുരു, മാസ്റ്റർ. യെസ്. ദ്രുപദന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതും ദ്രുപദന് ഇതിനെക്കുറിച്ച് പേടിയുണ്ട് എന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം. അതേപോലെ ദ്രുപദന്റെ മകനില്ലേ, ദ്രുപദന്റെ മകൻ ആരാണ്? ദൃഷ്ടദ്യുമ്നൻ. വെരി ഗുഡ്. ദൃഷ്ടദ്യുമ്നൻ ആരാണെന്നും സാധാരണ ഒരു പോരാളിയല്ല, യോദ്ധാവല്ല, ഭയങ്കര കഴിവുള്ള, ഭയങ്കര അതിശക്തനായ ഒരു രാജാവ് തന്നെയാണ് ദൃഷ്ടദ്യുമ്നൻ എന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം ദൃഷ്ടദ്യുമ്നന് നല്ലോണം കഴിവുണ്ട് എന്നുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇനി വരാൻ പോകുന്നത്. ശ്രീകൃഷ്ണൻ ദ്വാരകയിലാണ്. ദ്വാരക എന്ന് പറഞ്ഞ രാജ്യത്തിലാണ് ശ്രീകൃഷ്ണൻ ഉള്ളത്. കൃഷ്ണൻ യാദവന്മാരുമായിട്ടാണ് കൃഷ്ണന്റെ കൂട്ട്. യാദവനാണല്ലോ കൃഷ്ണൻ. യാദവന്മാരുടെ രാജാവായിട്ടും, യാദവന്മാരുടെ അല്ല, രാജാവ് ദ്വാരകയുടെ രാജാവുമാണ്. യാദവന്മാരുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ആളും യാദവന്മാരുടെ നേതാവുമായിരുന്നു അമ്പാടി കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണന്റെ അമ്പാടി കൃഷ്ണൻ അതിഭയങ്കര കഴിവുള്ള ആളല്ലേ. ഇവരെല്ലാവരും നമ്മുടെ കൂടെ ചേരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ദ്രോണാചാര്യര് കൗരവന്മാരോട് പറയണേ. നമ്മുടെ രാജ്യത്തിന് ശക്തി വരണ്ട. ശക്തി വരണത് എപ്പോഴാണ് വരണേ? ശക്തി എപ്പോഴാണ് വരിക രാജ്യത്തിന്? കുറെ രാജ്യങ്ങളും കൂടെ കൂടിയല്ലേ. കുറെ ആൾക്കാർ ഇപ്പൊ കുട്ടി തന്നെ യുദ്ധം ചെയ്യുന്നതും കുട്ടിയുടെ കൂടെ 4 പേര് കൂടി ചേർന്ന് യുദ്ധം ചെയ്യുമ്പോഴും ആർക്കാണ് ശക്തി കൂടുതൽ വരിക? കൂടുമ്പോൾ. അതേപോലെ ദുര്യോധനനും ധൃതരാഷ്ട്രനും ഇവരെ പറയാണ്, ദ്രോണാചാര്യരും വിതുരരും ഭീഷ്മരും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശക്തന്മാരാവാൻ കഴിയും. നമ്മളാണ് കൗരവന്മാർ. ആരാണ്? ദുര്യോധനനും ധൃതരാഷ്ട്രം കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലാണ് യുദ്ധം നടക്കുന്നത് കേട്ടോ. ഇവരീ പറയുന്നതൊന്നും കൗരവന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ പറയാ, ഇവരെല്ലാവരും നമ്മൾ എന്താ പറയുക, യുധിഷ്ഠിരനെ രാജ്യം തിരിച്ചു കൊടുക്കാനും യുധിഷ്ഠിരന് അർഹതപ്പെട്ട സ്ഥാനം ഹസ്തിനപുരം എന്ന് പറയുന്നത് കുരുവംശത്തിൻ്റെ തലസ്ഥാനമല്ലേ. ഹസ്തിനപുരത്ത് യുധിഷ്ഠിരന് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കാനും ഇതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇവർക്ക് കൗരവന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കൗരവന്മാരിലാണ് ആരൊക്കെയാണുള്ളത്? ധൃതരാഷ്ട്രം, ദുര്യോധനൻ, ദുശാസനൻ, അങ്ങനെ 100 മക്കള്, കർണൻ ഒക്കെ. കർണൻ ദുര്യോധനന്റെ ഏറ്റവും വലിയ സുഹൃത്തല്ലേ. അതാണ് സ്ഥിതി. കർണം പറയണ, ഡോണ്ട് ലിസൺ ടു ദ്രോണ ദോ ഹീസ് അവർ മാസ്റ്റർ. നമ്മുടെ ഗുരുവാണ്, നമ്മുടെ ദൈവമൊക്കെയാണ്, ശരിയാണ്. ദ്രോണാചാര്യരെ പക്ഷെ അനുസരിക്കണമെന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യഭരണം അറിയണമെന്നില്ല. യുദ്ധമുറകൾ വേറെയും രാജ്യഭരണം വേറെയാണ്. ദ്രോണാചാര്യർക്ക് യുദ്ധം ചെയ്യാൻ നന്നായിട്ടറിയാം. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ദ്രോണാചാര്യർക്ക് രാജ്യം ഭരിക്കാൻ നന്നായി അറിയണമെന്നില്ല എന്ന് കർണം പറഞ്ഞു കൊടുക്കുകയാണ്. ആരോട്? കൗരവന്മാരോട്, ദുര്യോധനോട്. ഭീഷ്മനും വിതുരനും അറിയാമല്ലോ, പാണ്ഡവന്മാരുടെ ആൾക്കാരാണ്. അതുകൊണ്ട് അതായത് കർണൻ ദുര്യോധനനെയും ദുശാസനെയൊക്കെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് കേട്ടോ. ദ്രോണാചാര്യർക്ക് രാജ്യഭരണത്തിനെ കുറിച്ച് അറിയണമെന്നില്ല. ഭീഷ്മരും വിതുരനും ഒക്കെ പാണ്ഡവന്മാരെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. ആദ്യം തൊട്ടേ അങ്ങനെയാണ്. നമ്മളുടെ ഏറ്റവും കഴിവെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ദ്രുപദനെ ആക്രമിക്കുക. കർണം പറയണേ, ദ്രുപദനുമായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാമെന്ന്.
യുദ്ധം ചെയ്ത് നമ്മുടെ പടയാളികളെയും പട്ടാളവും കൊണ്ട് നേരെ പോയിട്ട് ദ്രുപദനെ കീഴടക്കാം. അങ്ങനെ ദ്രുപദനെ കീഴടക്കുമ്പോൾ പഞ്ചപാണ്ഡവന്മാരും കീഴടങ്ങുമല്ലോ. കാരണം എന്താണ്? പാഞ്ചാലിനെ ദ്രൗപദിനെ വിവാഹം കഴിച്ചല്ലോ പഞ്ചപാണ്ഡവന്മാര്. അപ്പൊ ദ്രുപദന്റെ രാജ്യം, അതായത് തന്റെ ഭാര്യയുടെ അച്ഛനല്ലേ ദ്രുപദന്റെ രാജ്യത്തിനെ ആക്രമിക്കാൻ വരുമ്പോൾ പാണ്ഡവന്മാർ കൂടെ നിൽക്കില്ലേ? അങ്ങനെ ആവുമ്പോൾ നമുക്ക് പാണ്ഡവന്മാരെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തോൽപ്പിക്കാം. നമുക്ക് വേറെ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല, വേറൊരു വഴി കുറിച്ചും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് കർണൻ പറഞ്ഞു കൊടുക്കുകയാണ് കൗരവന്മാരോട്. ദ്രുപദൻ വീണ്ടും ശക്തനാവുന്നതിനെക്കാട്ടിലും മുമ്പ് നമുക്ക് ദ്രുപദനെ ആക്രമിച്ച് കീഴടക്കാം. നമ്മുടെ കയ്യിലുള്ള കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് ദ്രുപദനെ തോൽപ്പിക്കാം എന്ന് ആരാ പറഞ്ഞു കൊടുക്കുന്ന? കർണൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ എന്താ ചെയ്ത ധൃതരാഷ്ട്രം? എന്ത് ചെയ്ത്? ധൃതരാഷ്ട്ര വിതുരനെ വിളിച്ചു. വിതുരൻ എന്ന് പറഞ്ഞ ധൃതരാഷ്ട്ര അനുജനായിട്ട് തന്നെ വരണല്ലേ. വിതുരനെ വിളിച്ചിട്ട് പറഞ്ഞു, വിതുര, നീ പാഞ്ചാല രാജ്യത്തിൽ പോയിട്ട് എൻ്റെ ആശംസകൾ ദ്രുപദനെ അറിയിക്കുക. യുധിഷ്ഠിരനെയും അനുജന്മാരെയും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാൻ ക്ഷണിക്കുക. അവരുടെ മകളില്ലേ, ദ്രൗപദീനെ കല്യാണം കഴിച്ചില്ലേ? ദ്രൗപദീനെയും യുധിഷ്ഠിരനെയും 4 അനുജന്മാരെയും കൂട്ടിയിട്ട് യുധിഷ്ഠിര ആൻഡ് ഹിസ് ബ്രദേഴ്സ് ഹസ്തിനപുരത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി ക്ഷണിക്കാൻ വിതുരനോട് പോവാൻ പറയാണ്. വിതുരനോട് എന്താ പറയണേ? സ്നേഹ സന്ദേശമായിട്ട്. ആരുടെ സന്ദേശമായിട്ട് പോവാന്നാ പറയുന്നത്? ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ സന്ദേശവുമായിട്ട് പാഞ്ചാല രാജ്യത്തിൽ പോയിട്ട്. കേൾക്കുന്നുണ്ടോ കുട്ടിയെ? ഉറങ്ങിയ? പാഞ്ചാല രാജ്യത്തിൽ പോയിട്ട് ദ്രുപദനെയും പിന്നെ യുധിഷ്ഠിരനെയും അനുജന്മാരെയും നമ്മുടെ ഹസ്തിനപുരത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ പറഞ്ഞയക്കാൻ ധൃതരാഷ്ട്ര തീരുമാനിച്ചിട്ട് ധൃതരാഷ്ട്ര വിതുരനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. ധൃതരാഷ്ട്ര പറഞ്ഞനുസരിച്ചിട്ട് വിതുരൻ പാഞ്ചാല രാജ്യത്തിലേക്ക് കുറേ സമ്മാനങ്ങളുമായിട്ട് രാജാവിനെ കാണാൻ പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്നതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്ന കഥ. മഹാഭാരതം എപ്പിസോഡ് 19. ഇത്രയും നേരം ഞങ്ങൾ പറയുന്ന കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദിയുണ്ട്.